ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ ശക്തമായ പെട്രോളിംഗ് നടത്തി വരികയായിരുന്നു. അതിനെ തുടർന്ന് ഇന്നേ ദിവസം ഈ സമയത്തോടുകൂടി കൊല്ലം റെയിൽവേ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സംശയകരമായ സാഹചര്യത്തിൽ കാണപ്പെട്ട ഒറീസ സ്വദേശികളായ രണ്ടുപേരുടെ പക്കൽ നിന്നും ഏകദേശം 15 കിലോയോളം വരുന്ന കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളതാണ്. ഈ കഞ്ചാവ് ഒറീസയിൽ നിന്നും അവൻ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ എറണാകുളത്ത് ഇറക്കി അവിടെ വിൽപ്പന നടത്താനായിരുന്നു ഉദ്ദേശം. എന്നാലും റെയിൽവേയിലുള്ളതിന് തുടർച്ചയായുള്ള ശക്തമായ പരിശോധന മൂലം എറണാകുളത്ത് ഇറക്കാൻ പറ്റാത്തതും തുടർന്ന് ടിയന്റെ സഹോദരനായ രണ്ടാം പ്രതിയുമൊപ്പം കൊല്ലം റെയിൽ പോലീസ് സ്റ്റേഷൻ ഇറങ്ങേണ്ട വരികയാണ് ഉണ്ടായത്. ആ സമയത്താണ് പെട്രോളിംഗ് സമയത്ത് നമ്മൾ ഇതുവരെ കണ്ടെത്തുകയും ടിയനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായത്. വരും ദിവസങ്ങളിലും ശക്തമായ പെട്രോളിംഗ് തന്നെ ഉണ്ടാകും. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ശക്തമായ പെട്രോളിംഗ് നടത്തുന്നതിന് റെയിൽവേ എസ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും റെയിൽവേ DSRB അദ്ദേഹത്തിനകത്തും IRP അദ്ദേഹത്തിനടുത്തും ശക്തമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ശക്തമായ പെട്രോളിംഗ് വരും ദിവസങ്ങളിലും ഉണ്ടാകുന്നതാണ്. ഒരാള് കേരളത്തിൽ 6 മാസമായിട്ട് താമസിക്കുന്ന ആളാണ്. രണ്ടാം പ്രതി. ഒന്നാം പ്രതി ഒറീസ സ്വദേശിയാണ്. അവരെ അവിടെ കൾട്ടിവേറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് എറണാകുളം പ്ലാറ്റ്ഫോമിൽ മറ്റും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് അവര് അവിടുന്ന് യാത്ര ചെയ്ത് ഇങ്ങോട്ട് എത്തുകയായിരുന്നു. ഇവിടെ എത്തിയതിനു ശേഷം ഇവിടുന്ന് രക്ഷപ്പെടാൻ വരുന്ന സമയത്താണ് നമ്മുടെ പെട്രോളിംഗ് പാർക്കിംഗ് ഞാൻ ഉൾപ്പെടുന്ന സംഘം അവരെ പിടിച്ചത്.